നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്നും TTS സംവിധാനം എന്താണെന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. നമസ്കാരം. നമ്മുടെ TV ചാനലുകൾ ഒരുപാടുണ്ട്, ഒരുപാട് വാർത്താ ചാനലുമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു വാർത്താ ചാനലാണ് 24 എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തന്നെ 24 ഒരുപാട് ഓഗ്മെന്റഡ് റിയാലിറ്റികളും TTS സംവിധാനം വഴി പലതരം ദൃശ്യ മികവുകൾ നമ്മളിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് കണ്ടതോടെ ട്രോളുകളുടെ പൂരമായിരുന്നു. വീഡിയോ ട്രോളായിട്ടും മറ്റ് പിക്ചർ പോലുള്ള ട്രോളായിട്ടും ഒരുപാട് രസകരമായ അനവധി ട്രോളുകൾ. അതുമാത്രമല്ല, നിഷ്പക്ഷമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ മനോഹരമായ വിധത്തിൽ പ്രസന്റ് ചെയ്യുകയും എന്നതിനുപരി ഇത്തരത്തിലുള്ള ചില ഓഗ്മെന്റഡ് റിയാലിറ്റികളും TTS സംവിധാനവും വഴി മറ്റുമാണ് ഇവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അത് കാണുവാൻ ഒരു രസവും ഒരു വ്യക്തതയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതേ ഓഗ്മെന്റഡ് റിയാലിറ്റി തന്നെയും അതുപോലെ തന്നെ TTS സംവിധാനവും നമ്മുടെ ഈ ഒരു നൈസ് വേൾഡ് ഗ്രൂപ്പ് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നാലോ? ദയവ് ചെയ്ത് ആരും കമന്റ് ബോക്സിൽ ചീത്തയൊന്നും വിളിക്കരുത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെറിയ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയും TTS സംവിധാനവും. പിന്നെ 24 ഒക്കെ പ്രൊഫഷണൽ ആണല്ലോ. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്നും TTS സംവിധാനം എന്താണെന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അത് നമ്മളിലേക്ക് മാറ്റിക്കൊണ്ട് ഒന്ന് ചെയ്യുന്നു. എന്തായാലും നമ്മുടെ ചാനൽ അത്ര വലിയ ട്രെൻഡിങ്ങിലൊന്നും എത്താത്തത് കൊണ്ട് ആരും ട്രോളും കൊണ്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ടുള്ള ധൈര്യത്തിലാണ് ഈ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലേക്ക്. ഓഗ്മെന്റഡ് റിയാലിറ്റി, TTS സംവിധാനം, ഈ രണ്ടെണ്ണം നമ്മൾ നൈസ് വേൾഡ് ഗ്രൂപ്പ് ഇവിടെ നിന്ന് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ TTS സംവിധാനം നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നും ഓഗ്മെന്റഡ് റിയാലിറ്റി ഇവിടെ നിന്നുമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ഒരു യുദ്ധവിമാനത്തെ നമ്മൾ ഈ വീടിൻ്റെ ടെറസിന് മുകളിൽ കൊണ്ടുവരികയാണ്. നോക്കൂ. ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു ചെറിയൊരു ഭാഗം. അപ്പോൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ അല്പം അകലെ നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇതേ സാധനം തന്നെ എൻ്റെ തൊട്ട പുറകിൽ നിന്ന് വന്നാലോ? അതെ, ഈ വിമാനം ഈ ടെറസിന് മുകളിൽ എൻ്റെ അടുത്തുകൂടി ചലിക്കുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം, എന്നാൽ നമ്മളിവിടെ നടത്തിക്കുന്നു. അതുതന്നെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. നോക്കൂ. അടുത്ത ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ. ഇത് തന്നെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി നിങ്ങൾ കണ്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർ ചിരിച്ചു, എന്തൊക്കെയാവട്ടെ. എന്താണ് ഓഗ്മെന്റഡ് റിയാലിറ്റി? യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ നടത്താൻ പറ്റാത്ത ഒരു സംഭവത്തെ നമ്മൾ ഒരു ദൃശ്യ സാങ്കേതിക മികവിലൂടെ, ഗ്രാഫിക്സിന്റെ ഒക്കെ സഹായത്തോടെ, ഒരു സ്റ്റുഡിയോയുടെ ഒക്കെ സഹായത്തോടെ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ സഹായത്തോടെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നതിനെയാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ വിമാനം കൊണ്ടുവന്നു. വിമാനം മാത്രമല്ല, നമുക്ക് ഈ ലോകത്തിൽ ലഭ്യമാവുന്നതോ ലഭ്യമല്ലാത്തതോ ആയ എന്ത് സാധനം വേണമെങ്കിലും ക്രിയാത്മകമായി സൃഷ്ടിക്കാൻ സാധിക്കുകയും അത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി ഉൾപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കുന്നത് എന്താണ് TTS സംവിധാനം? ടെലിവിഷൻ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. TTS എന്ന് പറയുമ്പോൾ ടെലിവിഷൻ ആകുമ്പോൾ ടെലിവിഷൻ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. അതെന്നാ നമ്മളൊന്ന് ചെയ്യുമ്പോൾ യൂട്യൂബിലായിരിക്കും. അപ്പോൾ അതിനെ ഒരുപക്ഷെ YTS എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. യൂട്യൂബ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം. അങ്ങനെയൊന്നും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ടെലിവിഷൻ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം 24 നടത്തി കഴിഞ്ഞു. വെർച്വൽ പൂരമായിട്ടും മറ്റ് പലതിനും മാനെ അടക്കമല്ലേ സ്റ്റുഡിയോയിൽ എത്തിച്ചത്. എന്നാൽ ഞാൻ എന്നെ തന്നെ ഇവിടെ എത്തിക്കാൻ പോവുകയാണ്. എന്നാൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യല്ല. ഇത് കണ്ടില്ലേ? ഇത് തന്നെയാണ് ടെലിവിഷൻ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വഴി ഏകദേശം രൂപീകരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ റോൾ ആണെന്ന് മാത്രം. ഈ ഒരു സ്ഥാനത്ത് വേറെ ഒരാളായിരിക്കും ഇവിടെ ഉണ്ടാവുക. പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി നേരത്തെ ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലേക്ക് പോവാം.
നേരത്തെ ഒരു വിമാനം അങ്ങോട്ടേക്ക് പോയില്ലേ? ഈ വിമാനത്തെ നമുക്കൊന്ന് തിരിച്ചിങ്ങോട്ടേക്കും പറത്തണ്ടേ? എന്നിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ആ വിമാനത്തെ ഒന്ന് ഇങ്ങോട്ടേക്ക് പറത്താം. വ്യത്യസ്ത മേഖലകളിലെ വ്യത്യസ്ത അറിവുകളും വ്യത്യസ്ത വിനോദ വിഭവങ്ങളുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ദർശ്. ഗുഡ് ബൈ.